ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഹൈസ്കൂൾ കഴിഞ്ഞ് +1 കൊമേഴ്സിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ സയൻസിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 8, 9, 10 ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങുന്നു, അതായത് നിങ്ങൾക്ക് കിട്ടുന്നു. അത് ഇംഗ്ലീഷ് മീഡിയം ആയാലും മലയാളം മീഡിയം ആയാലും. പക്ഷേ +1 ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുക്സ് അവൈലബിൾ ആണ്. അതായത് പ്രൈവറ്റ് പബ്ലിഷേഴ്സിൻ്റെ ബുക്ക് അവൈലബിൾ ആണ്, മറ്റു രീതിയിലുള്ള ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബുക്സിൻ്റെ കാറ്റഗറി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. അതായത് ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബിസിനസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ, അക്കൗണ്ടൻസി എടുക്കുകയാണെങ്കിൽ, ഈ സബ്ജക്റ്റുകൾക്ക് 3 ടൈപ്പ് ബുക്സ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക പോകുന്ന സമയത്ത്. അതിൽ ഒന്നാമത്തത് NCERTയുടെ ബുക്കാണ്, NCERT. രണ്ടാമത് SCERTയുടെ ബുക്കാണ്. മൂന്നാമത്തത് ഏതെങ്കിലും പ്രൈവറ്റ് പബ്ലിഷേഴ്സിൻ്റെ ബുക്കാണ്. ഈ 3 ബുക്കിലെയും കണ്ടന്റ് സെയിം ആയിരിക്കും. അതായത് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ സെയിം ആയിരിക്കും, അല്ലെ കണ്ടന്റ് ഒക്കെ സെയിം ആയിരിക്കും. പക്ഷേ അതിൻ്റെ പാറ്റേണിലൊക്കെ വ്യത്യാസം വന്നേക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് അക്കൗണ്ടൻസി എടുക്കാം. അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് NCERT, SCERT, പിന്നെ പബ്ലിഷേഴ്സിൻ്റെ ബുക്കുകൾ കാണാം, പ്രൈവറ്റ് പബ്ലിഷേഴ്സ് ബുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുന്നു, രണ്ടാം ചാപ്റ്റർ എടുക്കും, ചാപ്റ്ററിൻ്റെ പേരൊക്കെ സെയിം ആയിരിക്കും. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ, ഒരു കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ NCERT ബുക്കിലുള്ള കാൽക്കുലേഷൻ പോലെ തന്നെ ആയിരിക്കില്ല SCERTയിൽ ഉണ്ടായിരിക്കുക. SCERTയിലെ കാൽക്കുലേഷൻ പോലെ ആയിരിക്കില്ല പബ്ലിഷേഴ്സ്. കാരണം കാൽക്കുലേഷൻ്റെ കണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷേ അതിൽ കൊടുക്കുന്ന പേരുകൾ, ഇയറുകൾ, അതിലൊക്കെ വ്യത്യാസം വരാം. അപ്പം വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഈ 3 ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഒരു 3 ബുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് പഠിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഏത് ബുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഈ 2 ബുക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു പക്ഷേ 2 ബുക്കും വാങ്ങാനുള്ള ഒരു ഫണ്ട് നമുക്ക് ഉണ്ടായിന്ന് വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഫണ്ട് ഉണ്ടെങ്കിൽ 2 ടൈപ്പ് ബുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും പ്രിപ്പറേഷൻ നല്ലതാണ്. കാരണം 2 ടൈപ്പ് പ്രോബ്ലം നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരു ചാപ്റ്റർ എടുക്കുന്നു, ആ ചാപ്റ്ററിലെ പ്രോബ്ലം നിങ്ങൾ NCERTയിൽ ചെയ്ത് പഠിക്കുന്നു. ഇനി ആ NCERTയിൽ ചെയ്ത് പഠിച്ച ശേഷം അതേ ചാപ്റ്റർ പബ്ലിഷേഴ്സിൻ്റെ ബുക്ക് പോകുന്നു, അതിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഇങ്ങനെ 2 മെറ്റീരിയൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. കൂടാതെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ടീച്ചേഴ്സ് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും, നോ ഡൗട്ട്. അപ്പോൾ 2 മെറ്റീരിയൽ വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോയ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചില ടീച്ചേഴ്സ് കമ്പൽസറി ആയിട്ട് ഇന്ന ബുക്ക് വേണമെന്ന് പറയും. ചിലപ്പോൾ NCERT ആയിരിക്കാം, അല്ലെങ്കിൽ SCERT വേണമെന്ന് പറയും. കാരണം ഒരേപോലത്തെ ബുക്ക് മെറ്റീരിയൽ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കുണ്ടെങ്കിൽ ആ ടീച്ചർക്ക്, എസ്പെഷ്യലി അക്കൗണ്ടൻസിക്കൊക്കെ ടീച്ചർക്ക് പ്രോബ്ലംസ് ഒക്കെ ക്വസ്റ്റ്യൻസ് തരാൻ ഭയങ്കര സൗകര്യമായിരിക്കും. പേജ് നമ്പർ 36 4ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു വരൂ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരേപോലത്തെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ഇത് നടക്കും. വ്യത്യസ്തമായ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ പോകുന്നെങ്കിൽ അങ്ങനെ നടക്കില്ല. അപ്പോൾ അയാൾക്ക് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ടീച്ചേഴ്സ് ഏതാണോ പറയുന്നത് പ്രിഫർ ചെയ്യുന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് നിർബന്ധം വെക്കുക. പക്ഷേ നമ്മളൊരു ചോയ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം NCERTയിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടി NCERTയിലെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്, മാറി മാറി പാറ്റേണൊക്കെ മാറി വരുന്ന ഇയറിലൂടെ നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് NCERT അവൈലബിൾ ആയിരിക്കണം, അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി സ്കൂളിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ പബ്ലിഷേഴ്സിൻ്റെ ബുക്കാണ് വാങ്ങാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ ആ പബ്ലിഷേഴ്സിൻ്റെ ബുക്ക് വാങ്ങുകയും NCERT ബുക്ക് വാങ്ങാൻ പറ്റില്ല, പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ചോയ്സ് ഉള്ളത് NCERTയുടെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്, PDF അവൈലബിൾ ആണ്. ആ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ആ ചാപ്റ്ററിൻ്റെ എൻഡ് പേജസിലുള്ള എക്സൈസ് മാത്രം പ്രിന്റ് എടുത്താൽ മതി. ഒരു 4 or 5 പേജ് വരും. അപ്പോൾ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ എക്സൈസ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാൻ വേണ്ടി ചെറിയൊരു എമൗണ്ട് മാത്രമേ വരും. അങ്ങനെ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ 2 മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുള്ളത് നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ NCERT, SCERT, പബ്ലിഷേഴ്സിൻ്റെ ബുക്ക് മോശം എന്നല്ല പറയുന്നത്. ലളിതമായിട്ട് പഠിക്കാൻ ചില പബ്ലിഷേഴ്സ് ബുക്ക് നല്ലതൊക്കെയാണ്. അപ്പോൾ ടീച്ചറുടെ പ്രിഫറൻസ് കൂടി നിങ്ങൾ നോക്കണം. ആ സബ്ജക്ട് എടുക്കുന്ന ടീച്ചറുടെ പ്രിഫറൻസ് നോക്കണം. 2 മെറ്റീരിയൽ, 2 ടൈപ്പ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പം ഇനി പഠിച്ച പോലെയല്ല, ഇനിയുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മുമ്പേ എല്ലാം പഠിച്ചത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരുന്നു, അതായത് സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസം വരുന്നു. സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പേ, അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ചില പാരൻസ് എങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എല്ലാം വാങ്ങിത്തരും. ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക. ക്ലാസ് തുടങ്ങിയതിന് ശേഷം മാത്രം ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്ന രീതിയിലേക്ക് വന്നാൽ മതി. നേരത്തെ വാങ്ങിയിട്ട് നിങ്ങൾ മാറിപ്പോണ്ട, ക്ലാസ് തുടങ്ങിയ ശേഷം ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയത്. ഇനി നമ്മുടെ ട്യൂഷൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. സൈലം +1 കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് യുവ ബാച്ച് ആണ്, അല്ലേ? എക്സ്ക്ലൂസീവ് ബാച്ചാണ് യുവ ബാച്ച്. കൊമേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അവർക്കിപ്പം ബ്രിഡ്ജ് കോഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചാപ്റ്റേഴ്സ് തുടങ്ങിയിട്ടില്ല. ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേണ്ടി ജോയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങളിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത്, യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ഇൻസ്റ്റാൾ ആൻഡ് കിട്ടുന്നുണ്ട്. മെറ്റീരിയലാണ് കുട്ടികൾക്ക് ഓരോ ചാപ്റ്റേഴ്സിന്റെയും ഓരോ ടോപ്പിക് വൈസ് കിട്ടുന്നുണ്ട്. അതിനെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മെറ്റീരിയലും കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആയിരിക്കും എല്ലാ സബ്ജക്റ്റും. അതുകൊണ്ട് എത്രയും വേണമെന്ന് യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുക. എത്രയും ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിലും ഡിസിഷൻ എടുക്കുക.